അയ്യപ്പ ഭക്തന്മാരും വിശ്വാസികളും ആരോടൊപ്പമാണ് എന്ന് ഇന്ന് പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും അയ്യപ്പ ഭക്തന്മാരും വിശ്വാസികളും സർക്കാരിനോടൊപ്പമല്ല എന്നുള്ളതാണ് ഈ പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിലെ വിശ്വാസികളുടെയും ഭക്തജനങ്ങളുടെയും പങ്കാളിത്തം വ്യക്തമാക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടന്നപ്പോൾ അത് സർക്കാരിന്റെ പിന്തുണയോടുകൂടി ദേവസ്വം ബോർഡാണ് നടത്തിയത്. ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതി ഇവിടെ വിശദമായി ചർച്ച ചെയ്തിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം വേണം ശബരിമലയുടെ വികസനത്തിന് എന്ന് ദേവസ്വം ബോർഡും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഒക്കെ ആവർത്തിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ശബരിമല സംരക്ഷണ സംഗമം നടത്തുമ്പോൾ ആ ഒരു ഉദ്ദേശം കൂടി ഉണ്ടോ ശബരിമലയുടെ വികസനം? അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമലയിൽ ഈ അയ്യപ്പ ഭക്തന്മാരും വിശ്വാസികളും സർക്കാരിനോടൊപ്പമല്ല എന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. ഈ പരിപാടി ഏറ്റെടുത്ത് വിജയിപ്പിച്ചത് ശബരിമല ഭക്തന്മാരും വിശ്വാസികളുമാണ്. ഇവിടെ പ്രതിനിധികൾക്ക് ഇരിക്കാൻ സ്ഥലം പോലുമില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകർ നേരിട്ട് കണ്ടതാണ്. എന്നാൽ പമ്പയിൽ നടന്നത് ആളില്ലാത്തൊരു ആഗോള ഭക്ത സംഗമമായിരുന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ശബരിമലയുടെ ആചാരത്തെ അട്ടിമറിക്കാനും വിശ്വാസത്തെ നിന്ദിക്കാനും തയ്യാറായിട്ടുള്ള പിണറായി സർക്കാരിനേറ്റ തിരിച്ചടിയാണ് പന്തളത്ത് നടന്ന ശബരിമല സംഗമത്തിനേറ്റ തിരിച്ചടി. ഇവിടെ നടക്കുന്നത് വിശ്വാസികളുടെ സംഗമമാണ്, ഇവിടെ നടക്കുന്നത് ഭക്തന്മാരുടെ സംഗമമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകളും അതിനനുസരിച്ചുള്ള മാർഗരേഖകളും അത് ഭാവി പരിപാടികളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുള്ളത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഒരു അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയിലാണ്, വിശ്വാസി എന്നുള്ള നിലയിലാണ് ഞങ്ങൾ എല്ലാവരും ഈ പന്തളത്ത് നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അല്ല, ഒന്ന് എല്ലാ മാധ്യമപ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് ഈ പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം നടന്നിട്ടുള്ളത്. അവിടെ പങ്കാളിത്തം കുറവായിരുന്നു എന്ന് മാധ്യമങ്ങൾ നേരിട്ട് കാണിച്ചത് AI ഒന്നുമല്ല. എന്താണ് ഗോവിന്ദൻ മാഷി AI കൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് സംസ്ഥാന സർക്കാരും അതേപോലെ ദേവസ്വം ബോർഡും സംയുക്തമായി പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് അത് ആളുകൾ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആകെ 4900 പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞു. അവസാനം 1500 പേരെ കസേലയിട്ടത്, അതിൽ പകുതി ആളുകളെ പങ്കെടുത്തിട്ടുള്ളൂ. മുഖ്യമന്ത്രി പോയതിനു ശേഷം അവിടെ വന്നിട്ടുള്ള ദേവസ്വം ജീവനക്കാരും KSEB ജീവനക്കാരും അവിടെ CITക്കാരും DFA പോയി. പിന്നെ നടന്നിട്ടുള്ള ചർച്ചയിൽ 50-ൽ താഴെ ആളുകളെ പങ്കെടുത്തത്. വളരെ അപഹാസ്യമായ പരാജയം മാത്രമല്ല, അതൊരു അപഹാസ്യവും കൂടിയായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. ഏതായാലും അയ്യപ്പന്റെ കോപം പിണറായിയോടൊപ്പം പിന്തുടരുന്നുണ്ട് എന്നുള്ളത് അതിന്റെ പരാജയത്തിലൂടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, അതിലെന്ത് വിജയം, എന്തടിസ്ഥാനത്തിലാണ് വിജയമെന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയാണോ സംഘടിപ്പിച്ചത് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്, KSEB ജീവനക്കാർ, അതുപോലെ CIT ജീവനക്കാരും DYFI പ്രവർത്തകരും കൂടി ഏറ്റെടുത്തിട്ടുള്ളൊരു സമ്മേളനമായിരുന്നു. ഏതായാലും സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്താൻ ഉദ്ദേശിച്ച രാഷ്ട്രീയ തട്ടിപ്പ് അത് പൊളിഞ്ഞിരിക്കുന്നു, പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു എന്ന് ശരിയാണ്. എന്നാൽ ഇന്നത്തെ സമ്മേളനം, അതായത് പന്തളത്ത് നടക്കുന്ന നമ്മുടെ ശബരിമല സംരക്ഷണ സംഘം വിശ്വാസികളും ഭക്തജനങ്ങളും നെഞ്ചോട് ചേർത്തുകൊണ്ട് ഇതൊരു പരിപൂർണ വിജയമായിട്ട് ഇത് മാറിയിരിക്കുന്നു. പ്രതിനിധി സമ്മേളനം ആരംഭിച്ചിട്ടേ ഉള്ളൂ, ചർച്ച നടക്കുന്നേ ഉള്ളൂ. ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു, ഇത് ഭക്തജനങ്ങളിൽ എത്തിക്കാൻ. കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തുള്ള അയ്യപ്പ ഭക്തന്മാരിൽ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. എല്ലാ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഭക്തജനങ്ങൾ, പ്രതിനിധികൾ ഈ സംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദേശ പ്രതിനിധികളും പങ്കെടുത്തിട്ടുണ്ട്. അത് യഥാർത്ഥ ശബരിമല സംരക്ഷണ സംഗമം അയ്യപ്പന്റെ ജന്മം കൊണ്ട് പവിത്രമായ പന്തളത്താണ് നടക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഇന്നലെ ഞങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങളുടെ
ശബരിമല കർമ്മസമിതി അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു ഭക്തനാവട്ടെ എന്നുള്ളതാണ് ഞങ്ങളെയും പ്രാർത്ഥന. അദ്ദേഹം ഒരു ശബരിമല ഭക്തനാണെങ്കിൽ ഒരു കപട കമ്മ്യൂണിസ്റ്റാണ് പിണറായി വിജയൻ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന് യഥാർത്ഥ അയ്യപ്പ ഭക്തനാവാൻ പറ്റില്ല, യഥാർത്ഥ അയ്യപ്പ ഭക്തന് കമ്മ്യൂണിസ്റ്റ് ആവാനും പറ്റില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. പിണറായി വിജയന് ഭക്തി വന്നാൽ, അയ്യപ്പ ഭക്തി വന്നാൽ, അയ്യപ്പ വിശ്വാസം വന്നാൽ ആരേക്കാളും സന്തോഷിക്കുന്നത് അത് ഞങ്ങളായിരിക്കും, വിശ്വാസികളായിരിക്കും, ഭക്തജനങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പിണറായി വിജയൻ്റെ ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ അത് വിശ്വാസത്തിൻ്റെ പേരിലാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഏതായാലും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അദ്ദേഹം ഭാവാത്മകമായിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അല്ല, കപട കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് വളരെ വ്യക്തമാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് മാധ്യമപ്രതിനിധികളാണ്, അവിടെ പമ്പയിൽ പങ്കെടുത്ത മാധ്യമപ്രതിനിധികളാണ് ആ സമ്മേളനം റിപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളൊക്കെ കാണിച്ചത്. അത് കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഈ മകര മണ്ഡല വിളക്ക് കാലത്ത് നാട്ടിൻപുറത്ത് നടക്കുന്ന അയ്യപ്പൻ വിളക്കിന് ഈ പമ്പയിൽ നടന്നിട്ടുള്ള ഈ സംഗമത്തേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാകാറുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ പിണറായി വിജയന് പണ്ടും സാധാരണ രീതിയിൽ അയാൾ അയ്യപ്പ വിളക്കിന് പങ്കെടുക്കാറുണ്ടാവില്ല. പങ്കെടുക്കുന്ന ഞാൻ വിശ്വാസികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ ജനപങ്കാളിത്തം അയ്യപ്പൻ വിളക്കിന് ഉണ്ടാകാറുണ്ട് നാട്ടിൻപുറത്ത് നടക്കുന്നത്. പിന്നെ മറ്റൊന്നെന്താ സൂചിപ്പിച്ചത്, യോഗിയുടെ സാധാരണ മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കാറുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഓഫീസാണോ ഈ സന്ദേശം കൊടുത്തതിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായം ഞങ്ങൾ പിന്നീട് വ്യക്തമാക്കുന്നതാണ്.